കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കേസ് റദ്ദാക്കണമെന്ന മുൻ ബാങ്ക് പ്രസിഡന്റ് എൻ ഭാസുരാങ്കന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. മാറാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെതിരെയായിരുന്നു ഹർജി. 100 കോടിയിലധികം രൂപയുടെ ക്രമക്കേടാണ് നടന്നതെന്ന് സർക്കാർ. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നുണ്ട്. ഷബ്ന, വിവരങ്ങൾ. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കണ്ടല സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്ന എസ് ഭാസുരാങ്കനാണ് ഹർജി നൽകിയത്. ഈ ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയത്. നിക്ഷേപ തുക തിരികെ നൽകിയില്ലെന്ന കണ്ടല സ്വദേശി അയ്യപ്പൻ നായരുടെ പരാതിയിൽ മാറനല്ലൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബാങ്കിനെ തകർച്ചയിലേക്ക് നയിച്ച 100 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന് സർക്കാർ തന്നെ കോടതിയിൽ വിശദീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഈ ഹർജി തള്ളിയത്. 2023 നവംബറിൽ ED അറസ്റ്റ് ചെയ്ത ഭാസുരാങ്കൻ അന്ന് മുതൽ ജയിലിലാണ്. അതുപോലെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിശ്വാസവഞ്ചന, ചതി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ്. ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയ തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് നിലനിൽക്കില്ല എന്നതായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്നാൽ ഉയർന്ന തുകയാണ് പലരിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ചത് എന്ന് സർക്കാർ വാദിച്ചു. മതിയായ ഈടില്ലാതെ ഈ തുക തന്റെ ബന്ധുക്കൾക്ക് വായ്പയായി നൽകുകയും ചെയ്തു. അഴിമതി തടയൽ നിരോധന നിയമപ്രകാരം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന് പുറമെ EDയും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് സർക്കാർ തന്നെ കോടതിയെ അറിയിച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഈ ഹർജി തള്ളിയത്. ശരി, കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കേസ് റദ്ദാക്കണമെന്ന ബാങ്ക് മുൻ പ്രസിഡന്റിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഷബ്ന സിയാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.